മലയാളത്തിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സൗന്ദര്യം, ഇഷ്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യം അത്രമേൽ ഹൃദ്യമായിട്ട് എഴുതിയിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. കാരണം അത് ഹൃദയഭാഷയായിരുന്നു എന്നുള്ളതാണ് എം ടിയെ വായിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫീൽ. ഏത് പുസ്തകങ്ങളിലായിരുന്നാലും എം ടി ഉപയോഗിച്ചിരുന്ന ഭാഷയും എം ടിയുടെ പരിസരവും വായനാ പരിസരവും അത്ര മനോഹരമായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു സുഹൃത്തായിട്ട്, മലയാളിയുടെ ഒരു സുഹൃത്തായിട്ട്, ഈ രാജ്യത്തിൻ്റെ തന്നെ സുഹൃത്തായിട്ട് നമ്മൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇന്നില്ലാതാവുന്നത്. ഒരു മഹാനഷ്ടം എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കുകളായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എപ്പോഴും അമരനായി നമ്മളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനായി ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മാവൂർ റോഡിൽ സ്മൃതിപഥത്തിലേക്ക് പോവുകയാണ്. അവിടെ അരുൺ പൂപ്പറമ്പ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അവിടേക്കൊരു വിലാപയാത്രയായി എം ടി എത്തും അധികം വൈകാതെ. വിലാപയാത്ര എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ വിലാപയാത്ര പാടില്ല എന്നതും എൻ്റെ ഭൗതിക ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതാണ്. വീട്ടിൽ വന്ന് കാണേണ്ടവർക്ക് കാണാം. ഇതൊക്കെ ഇതുവരെയും അങ്ങനെ തന്നെയാണ്. ഒരു പൊതുദർശനം എന്നതില്ല എങ്കിൽ പോലും ആ വീട്ടിലേക്ക് ഇതാ നമ്മൾ ഈ പറയുന്ന 2:45 കഴിയുമ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഒരു 3:30 കഴിഞ്ഞ് മൃതദേഹം അവിടെ നിന്നും സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. അരുൺ ഇപ്പോൾ നിൽക്കുന്നത് ഈ മാവൂർ റോഡിലെ സ്മൃതിപഥത്തിന് സമീപമാണ്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുക അരുൺ? വിജയകുമാർ സൂചിപ്പിച്ച പോലെ ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ പൊതുദർശനം. അതായത് എം ടിയുടെ വീട്ടിലെ പൊതുദർശനം 1 മണിക്കൂറിനകം തന്നെ അവസാനിക്കും. ഇപ്പോഴും അവിടെ നേരത്തെ ഹാഷ്മിയും അവിടുത്തെ പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് ആൾക്കാർ ഈ അവസാന മണിക്കൂറിലും എം ടിയെ ഒന്ന് കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒഴുകിയെത്തുന്നുണ്ട്. അത് വിവിധ മേഖലകളിലെ പ്രമുഖർ മാത്രമല്ല, നേരത്തെ നമുക്കറിയാം രാവിലെ മുതൽ രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ രംഗത്തെ പ്രമുഖർ എത്തിയിരുന്നു. സാധാരണ ജനങ്ങൾ, എം ടിയെ സ്നേഹിക്കുന്ന, എം ടിയുടെ എഴുത്തിനെ സ്നേഹിക്കുന്ന നിരവധി പേർ അവിടെ എത്തി അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന കാഴ്ച, വളരെ വൈകാരികമായ ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ വിലാപയാത്ര. ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായ വിലാപയാത്ര ഇല്ല. അത് ബന്ധുക്കൾ, നേരത്തെ എം ടി തന്നെ ആവശ്യപ്പെട്ടതാണ്, അത്തരത്തിലുള്ള വിലാപയാത്രകളോ അത്തരം ഔദ്യോഗിക ചടങ്ങുകളോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് ബന്ധുക്കളോട് തന്നെ പറഞ്ഞിരുന്നു. അത് ബന്ധുക്കൾ ആ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഈ വഴിയോരത്തും വീടിലുമെല്ലാമായി ഒത്തുകൂടിയിട്ടുള്ള, അല്ലെങ്കിൽ എം ടിയെ കാണാനെത്തിയവരെല്ലാം ഒരു വിലാപയാത്ര എന്ന രൂപേണ തന്നെ ഈ മാവൂർ റോഡിലെ ഈ സ്മൃതിപഥം എന്ന പേരിലുള്ള ഈ പൊതു ശ്മശാനത്തിലേക്ക് എത്തിച്ചേരും. അത് ഒരു വിലാപയാത്രയായി തന്നെ രൂപപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയും ഞാൻ നിൽക്കുന്ന ഈ ശ്മശാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും എം ടിയെ അവസാനമായി കാണുന്നതിന് വേണ്ടി ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരെല്ലാം കൂടി ചേരുമ്പോൾ അതൊരു വലിയ ഒരു വൈകാരികമായ ഒരു വിലാപയാത്ര എന്ന തരത്തിൽ തന്നെ രൂപപ്പെടും എന്ന കാര്യം നിശ്ചയമാണ്. ഇനിയിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇവിടെയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ആയിരിക്കും ഔദ്യോഗിക ബഹുമതി നൽകുക. സംസ്ഥാന സർക്കാരിൻ്റെ അത് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടെ നടക്കും. അതിനുശേഷം മതപരമായ ചില ചടങ്ങുകൾ കൂടി ഉണ്ട് എന്നതാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു ശ്മശാന കേന്ദ്രം എന്ന രൂപത്തിൽ മാത്രം പ്രവർത്തിച്ചതാണ്. സമീപകാലത്താണ് സ്മൃതിപഥം എന്ന രൂപത്തിൽ വലിയ നവീകരണ പ്രവർത്തികൾ ഇവിടെ നടപ്പിലാക്കിയത്. കുറച്ചുകൂടി വിശാലമായ ഒരു സ്ഥലം ഇതിനിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ആ രൂപത്തിൽ മാറ്റിയതിനു ശേഷം അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ നിശ്ചയിച്ച തീയതി ഈ മാസം 29 എം ഡിയുടെ വിയോഗം ഉണ്ടായതിന് പിന്നാലെ അതിലൊരു ക്രമീകരണം നടത്തി ആദ്യ സംസ്കാര ചടങ്ങ് എന്നുള്ളത് എം ഡിയുടെ ക്രമീകരിക്കുക, അത്തരമൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഈ ഔദ്യോഗിക ബഹുമതിക്ക് മാത്രം, അതായത് ഗാർഡ് ഓഫ് ഓണറിന് മാത്രമേ അല്പം സമയമുണ്ടാകുള്ളൂ. ഇവിടെ ഗ്യാസ് ശ്മശാനമാണ്. അത്തരം നടപടികളൊക്കെ, ഈ സംസ്കാര ചടങ്ങുകളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ ഇനി മണിക്കൂറുകൾക്കകം തന്നെ ഭൗതികമായി എം ടിയുടെ ജീവിതം
അല്ലെങ്കിൽ എം ഡിക്ക് ഈ നാട് വിട പറയും. പക്ഷേ എം ഡിയുടെ കഥകൾ നമ്മൾ നേരത്തെ എം ഡിയുടെ വീട്ടിൽ കണ്ടതാണ്. സാധാരണ ജനങ്ങൾ അവിടെ എം ഡിയെ അവസാനമായി ഒന്ന് കാണാൻ എത്തുമ്പോൾ അവർ വൈകാരികമായ അവരുടെ സംസാരങ്ങൾക്കിടയിൽ എം ടി രചിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളുടെ എം ടിയുടെ കഥകളിലെ എം ടിയുടെ തിരക്കഥകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സദയത്തിലെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അങ്ങനെ താഴ്വാരത്തിലെ ആ ക്ലാസിക് സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ചും അങ്ങനെ ഓരോന്ന് എണ്ണമെടുത്ത് അവർ പരസ്പരം സംസാരിച്ചാണ് അവർ കടന്നു വരുന്നത്. അല്ലെങ്കിൽ പഴയകാല എഴുത്തുകളെ സംബന്ധിച്ച് ഒരു നിരവധിയായിട്ടുള്ള ക്ലാസിക്കുകളെ സംബന്ധിച്ചൊക്കെ അവർ സംസാരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എം ടി ഭൗതികമായി മാത്രമേ ഇവിടെ വിട പറയുന്നുള്ളൂ. എം ടി അനശ്വരനായി ജീവിക്കും. എം ടിയുടെ കഥകൾ ഇനി പിൽക്കാലത്തും അല്ലെങ്കിൽ ഭാവിയിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനി 1 മണിക്കൂർ മാത്രമേ ഈ പൊതുദർശനം എന്ന നടപടിയിൽ അവസാനിക്കാൻ അവശേഷിക്കുന്നുള്ളൂ. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഈ മാവൂർ റോഡിലെ സ്മൃതി പഥത്തിൽ നടക്കും. ഇവിടെയും വളരെ വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. യെസ്, ഒരു പക്ഷേ ഒരു 3 മണിയോടെ ഇപ്പോഴത്തെ ഈ പൊതുദർശനം എന്ന നിലയിലുള്ള അന്തിമോപചാരം അർപ്പിക്കൽ അത് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചില ചടങ്ങുകൾ ബാക്കിയുള്ളത് കൊണ്ട് ആ സമയമാകുമ്പോഴേക്കും മുഴുവൻ ആളുകളും വീടിന് പുറത്തേക്ക് മാറേണ്ടി വരും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ആ ചടങ്ങുകൾ അവിടെ വീടിനകത്ത് നടക്കും. ആ സമയത്ത് ബാക്കിയുള്ളവർക്കെല്ലാം പുറത്ത് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക, അനുമതി ഉണ്ടാവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്കായി സ്മൃതിപഥം, ഇപ്പോൾ അരുൺ പറഞ്ഞ മാവൂർ റോഡിലെ ശ്മശാനമായ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരുന്നത് നവീകരിച്ചതാണ്. അതിൻ്റെ നവീകരിച്ച ഒരു ശ്മശാനമാണ് സ്മൃതിപഥം. അവിടെ ഇതിനു ശേഷം ഒരു അനുശോചന യോഗവും വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം ഒരുപക്ഷേ അവിടെ വീടിനകത്ത് ചില മതപരമായ ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതിൻ്റെ സമയമാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.